നമസ്കാരം. ഇന്ന് ചൈത്ര നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസമാണ്. നവദുർഗമാരിൽ മൂന്നാമത്തെ ഭാവമായ ചന്ദ്രഘണ്ഠ ദേവിയെയാണ് ഇന്നേ ദിവസം ആരാധിക്കുന്നത്. ചന്ദ്ര എന്നാൽ ചന്ദ്രൻ എന്നും ഘണ്ഠ എന്നാൽ മണി എന്നുമാണ് അർത്ഥം വരുന്നത്. അതിനാൽ ചന്ദ്രന്റെ ആകൃതിയിലുള്ള മണി ശിരസിലണിഞ്ഞ ദേവിയെയാണ് ചന്ദ്രഘണ്ഠ. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലും ഖഡ്ഗം, ഗദ, ത്രിശൂലം, വില്ല്, അമ്പ് തുടങ്ങിയ ആയുധങ്ങളും അക്ഷമാലയും കമണ്ഡലവും ധരിച്ചിരിക്കുന്നു. ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ വർഷങ്ങളോളം പാർവതി ദേവി അനുഷ്ഠിച്ച തപസ് ഫലം കാണുകയും ശിവപാർവതി വിവാഹം വന്നെത്തുകയും ചെയ്തു. എന്നാൽ ശിവഭഗവാന്റെ രൂപം കണ്ട് ദേവിയുടെ കുടുംബാംഗങ്ങൾ ഭയന്നു വിറച്ചു. ശിവഭഗവാന്റെ ശരീരം മുഴുവനും ചാരത്തിൽ പുരണ്ടിരുന്നു. പാമ്പുകൾ കഴുത്തിൽ ചുറ്റിയിരുന്നു. തലയോട്ടി മാല ധരിച്ച് തൻ്റെ കാളയായ നന്ദിയുടെ മേൽ സവാരി ചെയ്താണ് ശിവഭഗവാൻ എത്തിയത്. ഭഗവാന്റെ പിന്നാലെ പ്രേതങ്ങൾ, ആത്മാക്കൾ, സന്യാസിമാർ, ഭൂതഗണങ്ങൾ എന്നിങ്ങനെ ഒരു വിചിത്രം കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ കണ്ട് പാർവതി ദേവി ശാന്തമായി പുഞ്ചിരിച്ചു. ഭഗവാന്റെ വന്യമായ രൂപത്തിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാനായി ദേവി സ്വയം ചന്ദ്രഘണ്ഠയായി രൂപാന്തരപ്പെട്ടു. സിംഹവാഹിനിയായി 10 കൈകളോടെ ദേവി പ്രത്യക്ഷപ്പെട്ടു. പാർവതി ദേവിയെ ഈ രൂപത്തിൽ കണ്ട് ഭഗവാൻ ദേവിയോട് പഴയ രൂപത്തിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയും ഭഗവാൻ സ്വയം ദയാലുവായ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. അറിവ്, ധൈര്യം, സ്നേഹം എന്നിവ പ്രകടിപ്പിക്കുന്ന ചന്ദ്രഘണ്ഠ ദേവി ശത്രുക്കളെ ഭയപ്പെടുത്തുകയും ഭക്തർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ഭയത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാനും മനോധൈര്യം വർദ്ധിപ്പിക്കാനും ഭക്തർ ചൈത്ര നവരാത്രിയുടെ 3-ാം ദിവസം ചന്ദ്രഘണ്ഠ ദേവിയെ ആരാധിക്കുന്നു. ധ്യാനമന്ത്രം ഇപ്രകാരമാണ്: പിണ്ഡജ പ്രവരാരൂഢാ ചണ്ഡകോപാസ്ത്രകൈരുദാ പ്രസാദം തനുദേ മഹ്യം ചന്ദ്രഘണ്ഠേതി വിശ്രുതാ. ധ്യാനമന്ത്രം ജപിച്ചതിനു ശേഷം മാത്രം മന്ത്രം ജപിക്കുക. മന്ത്രം ഇപ്രകാരമാണ്: ഓം ദേവി ചന്ദ്രഘണ്ഠായേ നമഃ.